ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് HSA മോക്ക് ടെസ്റ്റാണ്. 50 ചോദ്യങ്ങളാണ് അടങ്ങിയിട്ടുള്ളത്. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം ഇതായിരുന്നു: എ മണി ബിൽ പാസ്ഡ് ബൈ ദ ലോക്സഭ ക്യാൻ ബി ഹെൽഡ് അപ്പ് ബൈ ദ രാജ്യസഭ ഫോർ ഹൗ മെനി വീക്സ്? The right answer, option A, 2. Okay. Money bill can be introduced only in the Lok Sabha and only by the ruling party. The Speaker of Lok Sabha has to certify it as a money bill. After 3 readings in the Lok Sabha, the bill is sent to the Rajya Sabha. The Rajya Sabha can only make suggestions and can held up for 14 days. The definition of money bill comes under Article 110. Okay, clear? After the general election, the pro tem speaker is appointed by dash under Article 95 clause 1. Right answer, option B, the President of India. Additional informations: Article 93 deals with the Speaker and Deputy Speaker of the Lok Sabha. Article 178 deals with the Speaker and Deputy Speaker of State Legislature. Article 182 deals with the Chairman and Deputy Chairman of State Legislature. Article 164 deals with the appointment of the Council of Ministers and the Chief Minister. Okay, അപ്പോൾ ഒന്ന് പഠിച്ചു വെക്കുക. യെസ്, ഐഡൻറ്റിഫൈ ദ പേഴ്സണാലിറ്റി. കുറച്ച് ക്ലൂ തന്നിട്ടുണ്ട്, അത് വ്യക്തി ആരാണെന്ന് കണ്ടെത്തണം. ആദ്യത്തെ ക്ലൂ ആണ്: ഹീ ഈസ് നോൺ ആസ് കുമാര ഗുരുദേവൻ. In 1909, he formed PRDS, Pratyaksha Raksha Deva Sabha. He known as Kerala Napoleon. He met Gandhiji at Neyatingara in the year 1937. He organized a protest, Adi Lehla, nominated to Srimulam Prajar Sabha twice. He is Poigayil Yohannan. Okay, Kumara Gurudevan എന്നറിയപ്പെടുന്നു, കേരള നെപ്പോളിയൻ എന്നും അറിയപ്പെടുന്നു. ഓക്കെ, മാച്ച് ദ ലിസ്റ്റ് വിത്ത് ലിസ്റ്റ് 1. ഓക്കെ, ക്രിസ്ത്യൻ മിഷണറീസ് ആണ്, അവ കൊണ്ടുവന്ന വ്യക്തികളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഹെർമൻ ഗുണ്ടർട്ടാണ് ബാസിൽ ഇവാഞ്ചലിക്കൽ മിഷനുമായി ബന്ധപ്പെട്ട വ്യക്തി. അതുപോലെ ബെഞ്ചമിൻ ബെയ്ലി, ലണ്ടൻ മിഷൻ സൊസൈറ്റി, റെവറൻറ്റ് മെയ്ഡ്, ചർച്ച് മിഷൻ സൊസൈറ്റി, അല്ലേ, നമ്മുടെ CMS എന്നൊക്കെ പറയുന്നത്. അതുപോലെ ട്വിങ്കിൾ ടാബാണ് സാൽവേഷൻ ആർമി. ഓക്കെ, ഇതൊന്ന് പഠിച്ചു വെക്കുക. നെയിം ദ ലീഡർ ഓഫ് ദ റിനൈസൻസ് ഹൂ വാസ് ഓൺസ്റ്റെഡ് ഫ്രം ഹിസ് കാസ്റ്റ് ഫോർ ദ റീസൺ ഓഫ് അറ്റൻഡിങ് അഹമ്മദാബാദ് കോൺഗ്രസ് സെഷൻ ഓഫ് 1921. ഓക്കെ, സ്വന്തം ജാതിയിൽ നിന്നും പുറത്താക്കപ്പെട്ട കേരളത്തിലെ നവോത്ഥാന നായകൻ, രാഷ്ട്രീയ നേതാവ്, അദ്ദേഹം INCയുടെ അഹമ്മദാബാദ് കോൺഗ്രസ് സെഷനിൽ പങ്കെടുത്തു. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ കുറ്റം 1921. ആൻസർ VT ഭട്ടതിരിപ്പാട് ആണ്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് കണ്ണീരും കിനാവും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഹൂ ഈസ് ഓഫൺ കോൾഡ് ആസ് ദി ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് കേരള റിനൈസൻസ്? ഈ ചിത്രത്തിൽ അദ്ദേഹത്തിൻ്റെ ചിത്രമാണ്. ഇത് ആ വ്യക്തിയെ നിങ്ങൾക്കറിയാമെങ്കിൽ KP എന്നുള്ള ഒരു ക്ലൂവും കൂടെ തരാം. ഇപ്പോൾ KP കറുപ്പനാണോ അതോ കേശവമേനോനാണോ? ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് കേരള റിനൈസൻസ് ഈസ് KP കേശവമേനോനാണ്. ആ ഇനിഷ്യൽ തെളിഞ്ഞിട്ടില്ല, KP എന്നാണ്, ഓപ്ഷൻ B. ഓക്കെ, അദ്ദേഹവുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിൻറ്റ്സ് ഒന്ന് പഠിക്കാം. എസ്റ്റാബ്ലിഷ്ഡ് ദ ന്യൂസ് പേപ്പർ മാതൃഭൂമി ഇൻ 1923. അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫിയാണ് കഴിഞ്ഞ കാലം. ഓക്കെ, ഇൻ 1921 KPCC സെക്രട്ടറി ആയിരുന്നു. മാപ്പിള ലഹള നടന്ന സമയത്ത് KPCC സെക്രട്ടറി ആരാണ് എന്ന് ചോദിക്കാം. KP കേശവമേനോനാണ്. ഹി വാസ് ഓണേർഡ് വിത്ത് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ഇൻ ദ ഇയർ 1958. He also received the highest civilian honor പത്മഭൂഷൺ ഇൻ 1966. കേരള സാഹിത്യ അക്കാദമി ഓണേർഡ് മേനോൻ ഇൻ 1969. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടി, അതുപോലെ പത്മഭൂഷൺ, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ മാതൃഭൂമി പത്രത്തിൻ്റെ സ്ഥാപകനും അദ്ദേഹമായിരുന്നു, KP കേശവ മേനോൻ. ഓക്കെ,
മാച്ച് ദ റിട്ട് എംപവേർഡ് ബൈ ദ ആർട്ടിക്കിൾ. ഓക്കെ, നമ്മുടെ സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്ന ആർട്ടിക്കിൾ 32, ഹൈക്കോടതിയാണെങ്കിൽ ആർട്ടിക്കിൾ 226 ആണ്. ഓക്കെ, അതിൻ്റെ ലിറ്ററൽ മീനിങ്സ് ആണ്. 5 റിട്ടുകൾ ഇവിടെ തന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട അർത്ഥം, അതെന്താണ് അർത്ഥമാക്കുന്നത്. ഓക്കെ, ഹേബിയസ് കോർപ്പസ്, ടു ഹാവ് ദ ബോഡി, കറക്റ്റായിട്ട് തന്നെയാണ് എല്ലാം മാച്ച്ഡ് തന്നിരിക്കുന്നത്. നമുക്ക് പഠിക്കാം. മാൻഡമസ്, വി കമാൻഡ്. പ്രൊഹിബിഷൻ, ടു ഫോർബിഡ്. കോ വാറൻറ്റോ, ബൈ വാട്ട് വാറൻറ്റ് ഓർ ബൈ വാട്ട് അതോറിറ്റി, അല്ലേ. സെഷോററി, ടു ബി ഇൻഫോംഡ് ഓർ സർട്ടിഫൈഡ്. ഓക്കെ, നെക്സ്റ്റ്, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് എബൌട്ട് സർ സി പി രാമസ്വാമി അയ്യർ ആർ കറക്റ്റ്. ഇവിടെ 3 സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് തന്നിട്ടുള്ളത്. ഏതൊക്കെയാണ് ശരിയെന്നുള്ളത് കണ്ടെത്തണം. ഹി വാസ് ദ ദിവാൻ ഓഫ് ദി ഓൾഡ് ട്രാവൻകൂർ പ്രിൻസ്ലി സ്റ്റേറ്റ്, ശരിയാണ്. ഹിസ് പോളിസീസ് ലെഡ് ടു ദ മാസീവ് അപ്രൈസിംഗ് ദ പുന്നപ്ര വയലാർ റിവോൾട്ട്, അതും ശരിയാണ്. ഹി വാസ് ഇൻ ഫേവർ ഓഫ് ദ ഇൻഡിപെൻഡൻറ്റ് സ്റ്റേറ്റ് ഓഫ് ട്രാവൻകൂർ, ശരിയാണ്. അപ്പോൾ ഓൾ ആർ കറക്റ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൂ സ്റ്റാർട്ടഡ് ദ ലിറ്റററി ഓർഗനൈസേഷൻ കോൾഡ് വിദ്യാഭൂഷണി. അപ്പോൾ ഈ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്ന ആളെ വ്യക്തമായിട്ട് നമുക്കറിയാം. വിദ്യാഭൂഷണി അദ്ദേഹം ബന്ധപ്പെട്ടതാണ്. ആൻസർ ഓപ്ഷൻ സി, സഹോദരൻ അയ്യപ്പൻ. ഓക്കെ, കുമാരനാശാൻ became the president of SNDP in the year, option D, 1923. Okay, who is the secretary general of NATO? ഈ ചിത്രത്തിൽ കാണുന്ന വ്യക്തിയാണ്. നമുക്ക് അങ്ങനെ കണ്ട് പരിചയം ഇല്ല, പക്ഷേ ഇപ്പോൾ പഠിക്കാം നമുക്കല്ലേ. സോ ഓപ്ഷൻ എ, മാർക്ക് റൂട്ടാണ്. ഓക്കെ, മാർക്ക് റൂട്ടാണ് ഇപ്പോഴത്തെ നാറ്റോ ജനറൽ സെക്രട്ടറി. ഓക്കെ, നെക്സ്റ്റ്, വിച്ച് സിറ്റി ഹോസ്റ്റഡ് ദ നാറ്റോ സമ്മിറ്റ് ഇൻ 2024? 75ാമത്തെ നാറ്റോ സമ്മിറ്റ്. ഈ പിക്ചർ കാണുമ്പോൾ നമുക്ക് ഐഡിയ കിട്ടും അല്ലേ. ഓപ്ഷൻ എ, വാഷിങ്ടൺ DC ആണ്. 25 ഈ വർഷം നടക്കാനിരിക്കുന്നത് ഹേഗിലാണ്. ഓക്കെ, നെതർലാൻഡ് ഹേഗ്. അങ്കാറ, ഓക്കെ, 26 നടക്കാൻ പോവുകയാണ്. തുർക്കി അങ്കാറ. ആൻഡ് ലിത്വേനിയ നടന്നു കഴിഞ്ഞു, 23 നടന്നതായിരുന്നു. ഓക്കെ, അപ്പോൾ അതൊന്ന് ഓർത്ത് വെക്കുക. 24 വാഷിങ്ടൺ DC നാറ്റോ സമ്മിറ്റ്. വേർ ഈസ് ദ ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് 2025 ഗോയിങ് ടു ബി ഹെൽഡ് ഇൻ വിച്ച് സ്റ്റേറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിം. റൈറ്റ് ആൻസർ ഓപ്ഷൻ സി, രാജസ്ഥാനാണ്. ഓർത്ത് വെക്കുക, ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് നടക്കാൻ പോകുന്നത് എവിടെയാണ്? രാജസ്ഥാനിലാണ്. ഓക്കെ, ദിവ്യ ദേശ്മുഖ്, who was seen in the news is associated with which sports? ദിവ്യ ദേശ്മുഖ് ഇപ്പോൾ വാർത്തകളിലൊക്കെ ഇടം പിടിച്ചൊരു പേരാണ്. ആൻസർ ചെസ്. ഓക്കെ, അപ്പോൾ ഇതാണ് ദിവ്യ ദേശ്മുഖ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ഒരു ഇതെന്ന് പറയുന്നത് ഷീ എമേഴ്സ്ഡ് ആസ് ദി വിന്നർ ഓഫ് 2025 ഫിഡെ വുമൻസ് വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പ്. ഓക്കെ, അപ്പോൾ വനിതാ ചെസ് ചാമ്പ്യൻഷിപ്പ് 2025 നേടിയത് ദിവ്യ ദേശ്മുഖാണ്. ഓർത്ത് വെക്കുക. നെക്സ്റ്റ്, വിച്ച് സിറ്റി ഈസ് ദ ഹോസ്റ്റ് ഓഫ് ഖേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സ് ഫെസ്റ്റിവൽ? ഓക്കെ, ആദ്യമായിട്ട് ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നു? വാട്ടർ സ്പോർട്സ് ഖേലോ ഇന്ത്യ ഫെസ്റ്റിവൽ നടക്കാൻ പോകുന്ന 2025 ഏത് സംസ്ഥാനത്ത് വെച്ചാണ് നടക്കുന്നത്? ആൻസർ ശ്രീനഗറിൽ വെച്ചാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എവർ ആയിട്ടാണ് ഖേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സ് നടക്കുന്നത് ശ്രീനഗറിലാണ്. ഓർത്ത് വെക്കണേ. യെസ്. ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആർ ഓൾസോ നോൺ ആസ്. ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിൻ്റെ മറ്റൊരു പേര് എന്ത് ടെസ്റ്റ് എന്നാണ്? ഓപ്ഷൻ എ, അനലറ്റിക്കൽ ടെസ്റ്റ് എന്നാണ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് അറിയപ്പെടുന്നത്. ഓക്കെ, അക്കോർഡിംഗ് ടു ജീൻ പിയാഷെ, അറ്റ് which stage of cognitive development does the child understand that symbols can be used to represent object? Bicycle will generate an image even when absent. ഓക്കെ, നമുക്ക് സിമ്പിൾസൊക്കെ നമുക്കൊരു 7 to അല്ലേ ആ ഒരു സ്റ്റേജിലാണ്. ദാറ്റ് ഈസ് ഓപ്ഷൻ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിലാണ്. ഓക്കെ, ഓർത്ത് വെക്കുക. റീഇൻഫോഴ്സ്മെൻറ്റ് ടു ദ student should be given
4 ഓപ്ഷൻ ഉണ്ട്. ഏത് സമയത്താണ് റീഇൻഫോഴ്സ്മെൻറ്റ്, പോസിറ്റീവോ നെഗറ്റീവോ റീഇൻഫോഴ്സ്മെൻ്റ് ഒക്കെ കൊടുക്കേണ്ട ഒരു ടൈം എപ്പോഴാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ആഫ്റ്റർ ദ ഡിസൈർഡ് ബിഹേവിയർ ഈസ് എക്സിബിറ്റഡ്. ഓക്കെ. എ ഗുഡ് ഇവാലുവേഷൻ ഡസ് നോട്ട് ഹാവ്, പെട്ടെന്ന് നമുക്ക് തെറ്റിക്കാൻ തോന്നും, ഓർത്ത് വെക്കുക. ഡസ് നോട്ട് ഹാവ്, ഈ 3 ഇതിനകത്തുണ്ട് ഒരു നല്ല ഇവാലുവേഷനിൽ. ഇതിൽ പെടാത്തത് ഓപ്ഷൻ ഡി സബ്ജക്റ്റിവിറ്റിയാണ്. ഓക്കെ. ഹൂ ഈസ് ക്രെഡിറ്റഡ് വിത്ത് കോയിനിങ് ദ ടേം ആക്ഷൻ റിസർച്ച്? ഈ വ്യക്തിയെ കണ്ടാൽ നമുക്കറിയത്തില്ല, പക്ഷേ ഇനി നമ്മൾ ഓർത്ത് വെക്കും. ഓപ്ഷൻ ബി കർട്ട് ലുവിൻ ആണ്. ഓക്കെ. ആക്ഷൻ റിസർച്ച് ടേം കോയിൻ ചെയ്തത്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലിറ്റററി പാർട്ടിലോട്ട് കടന്നിരിക്കുകയാണ്. ആദ്യത്തത് ഫോണിറ്റിക്സ് ആണ്. 5 ചോദ്യങ്ങൾ. വാട്ട് ഈസ് ദ പ്ലേസ് ഓഫ് ആർട്ടിക്കുലേഷൻ ഫോർ കെ? ഓക്കെ. ക, ഗ എന്നൊക്കെ നമ്മൾ പറയുന്നത് 4 ഓപ്ഷനിൽ ഈ ഒരു ചിത്രത്തിൽ നമുക്ക് നോക്കിയാൽ അറിയാം അല്ലേ. ബൈലേബിയൽ പ, ബ, ലേബിയോദെൻ്റൽ ഫ, വ്, ഇൻ്റർഡെൻ്റൽ ട്, ദ, ആബ്യുളാർ, പോസ്റ്റ് ആബ്യുളാർ, ഇതിൻ്റെ ഇടയ്ക്ക് പാലറ്റൽ ഉണ്ട്, യാ സൗണ്ട്, വേലാർ, ക, ഗ. ഓക്കെ, നമുക്ക് ആൻസർ കിട്ടി. അപ്പോൾ വേലാറാണ്. ക, ഗ, ങ് ഒക്കെ വരുന്നതാണ്. പിന്നെ ഒരു ഗ്ലോട്ടലും കൂടെയാണ് ഇനി അടുത്തുള്ളത്. ഇതിൽ 2 സംഗതികൾ കൊടുത്തിട്ടില്ല. ഓക്കെ. ഗ്ലോട്ടൽ, ഹ സൗണ്ട് അല്ലേ. ഓക്കെ, ക്ലിയർ. വാട്ട് ഈസ് എ കൺസണൻറ്റ് സൗണ്ട്? ഓക്കെ, അതിൻ്റെ ഡെഫിനിഷനാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ആൻസർ ഓപ്ഷൻ ബി ആയിരുന്നു. എ സൗണ്ട് പ്രൊഡ്യൂസ്ഡ് വിത്ത് സം ഡിഗ്രി ഓഫ് എയർ ഫ്ലോ ഒബ്സ്ട്രക്ഷൻസ്. ഓക്കെ, നെക്സ്റ്റ്. വിച്ച് ഓഫ് ദീസ് ഈസ് എ വോയിസ്ലെസ് കൺസോണൻറ്റ്? ദ റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി പ്. ഓക്കെ, അപ്പോൾ വോയിസ്ലെസ് ആൻഡ് വോയിസ്ഡ് ഉണ്ട്. പ് വോയിസ്ലെസ് ആണ്, ബ് വോയിസ്ഡ് ആണ് അല്ലേ. ഫ്, വ്, ട്, ഡ്, സ, ഴ, ച, ജ, ക, ഗ, ത, ദ. ഓക്കെ, അപ്പോൾ അതൊന്ന് പഠിച്ചു വയ്ക്കുക. ഇതിൽ വോയിസ്ഡ് ആൻഡ് വോയിസ്ലെസ് സൗണ്ട്സ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഡിസ്റ്റിങ്വിഷസ് മോണോത്തോങ്സ് ഫ്രം ഡിഫ്തോങ്സ്? Right answer option B. Monothongs involves a single vowel sound while diphthong involve a glide between the 2 sounds. Okay. Which of these is a voiced dental fricative? ഓക്കെ, ഇവിടെ ക്ലൂ തന്നെ ഉണ്ട്. എയും ബിയും തന്നെ ക്ലൂ ആയിട്ട് വന്നിരിക്കുകയാണ്. പക്ഷേ അതിലൊന്ന് വോയിസ്ഡ് ദന്തൽ ഫ്രിക്കേറ്റീവ് ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. സി ഡി അല്ല. അപ്പോൾ ഇതിലേതാണ് വോയിസ്ഡ്? ദ ആണോ ട് ആണോ? വോയിസ്ഡ് നമ്മൾ പഠിച്ചു. ത്, ദോസ്, ബെയ്ത്ത് എന്നൊക്കെ പറയുന്നതാണ് വോയിസ്ഡ് ദന്തൽ ഫ്രിക്കേറ്റീവ്സ്. ഓക്കെ, അപ്പോൾ അടുത്തത് നമുക്ക് ലിറ്റററി പാർട്ടിൽ നമ്മൾ ഇപ്രാവശ്യം 5 ക്വസ്റ്റ്യൻസ് എടുത്തിരിക്കുന്നത് നമ്മുടെ ഇന്ത്യൻ ക്രിറ്റിസിസവുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിൻറ്റ്സ് ആണേ. നമുക്കൊന്ന് നോക്കാം. വിച്ച് ഇന്ത്യൻ പോയറ്റ് ഈസ് നോൺ ആസ് ഹിസ് ഗസൽസ് ആൻഡ് കോൺട്രിബ്യൂട്ടഡ് ടു ദ എക്സ്പ്രഷൻ ഓഫ് വേരിയസ് രസാസ് ഇൻ ഉറുദു ലിറ്ററേച്ചർ? അദ്ദേഹത്തിൻ്റെ ചിത്രമാണ് ക്ലൂ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഓപ്ഷൻ എ മിർസ ഗാലിബാണ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ ടേം ധ്വനി ഇൻ ഇന്ത്യൻ എസ്തെറ്റിക്സ്? ആൻസർ ഓപ്ഷൻ ഡി സജസ്റ്റീവ് പവർ ഓഫ് വേർഡ്സ്. Which ancient Indian philosopher contributed significantly to the development of Indian aesthetics, especially in the context of literary criticism? Answer option C Abhinava Gupta. Who is credited with the composition of Raghuvamsha, an epic poem that adheres to the principle of Indian എസ്തെറ്റിക്സ്? രഘുവംശം എഴുതിയത് നമുക്ക് അറിയാം. ഇറ്റ് ഈസ് കാളിദാസ്. ഓക്കെ. വിച്ച് ക്ലാസിക്കൽ ഡാൻസ് ഫോം ഈസ് ക്ലോസ്ലി അസോസിയേറ്റഡ് വിത്ത് ഇന്ത്യൻ എസ്തെറ്റിക്സ് ആൻഡ് ഓഫൺ ഡിപ്പിക്റ്റഡ് മിത്തോളജിക്കൽ
സ്റ്റോറീസ് ത്രൂ എക്സ്പ്രസീവ് മൊമെൻറ്റ്സ്. അപ്പോൾ ഈ ഒരു ഡാൻസ് ഫോം കാണുമ്പോൾ നമുക്ക് ഉത്തരം തന്നെ കിട്ടുന്നുണ്ട്. ആൻസർ ഭരതനാട്യം. ഓക്കെ, നെക്സ്റ്റ് ദ കോട്ട് ഫോർ ആർട്സ് സേക്ക് എലോൺ ഐ വുഡ് നോട്ട് ഫേസ് ദ ടോയിൽ ഓഫ് റൈറ്റിംഗ് എ സിംഗിൾ സെൻറ്റൻസ് ഈസ് ആട്രിബ്യൂട്ടഡ് ടു. ക്ലൂ ചിത്രത്തിലുണ്ട്, പക്ഷേ ഇപ്പം നമുക്ക് ആ വ്യക്തിയെ നമുക്ക് നന്നായിട്ട് അറിയാം അല്ലേ? JB ഷോ, ജോർജ് ബെർണാഡ് ഷോയാണ്. ഓക്കെ, ഫോർ ആർട്സ് സേക്ക് എലോൺ ഐ വുഡ് നോട്ട് ഫേസ് ദ ടോയിൽ ഓഫ് റൈറ്റിംഗ് എ സിംഗിൾ സെൻറ്റൻസ്. ഓക്കെ, നെക്സ്റ്റ് ദ ലൈൻ ഐ വിൽ ഫോളോ ആൻഡ് ബ്രിങ് യു ബാക്ക് ബൈ ഫോഴ്സ് ആർ ഫ്രം ദ പോയം ഡാഷ് പബ്ലിഷ്ഡ് ഇൻ 1914. ഇദ്ദേഹത്തിൻ്റെ ചിത്രം നമുക്ക് വലിയ പരിചിതമല്ല. റോബർട്ട് ഫ്രോസ്റ്റ് ആണിത്. ഓക്കെ, സംഭവം പിടികിട്ടിയപ്പോൾ ഹോം ബറിയലാണ് അല്ലേ? യെസ്. ഓക്കെ, അടുത്ത ചോദ്യം. ഡാഷ് ഇഫ് ദ വേർഡ് ഗ്രേറ്റ് മീൻസ് എനിത്തിങ് ഇൻ പോയട്രി, ദിസ് പോയം ഈസ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ഇൻ ദ ഇംഗ്ലീഷ് ലാംഗ്വേജ്. വിച്ച് ക്രിട്ടിക് ഒപ്പിൻഡ് ദിസ് അബൌട്ട് എമിലി ഡിക്കൻസ് ബിക്കോസ് ഐ കുഡ് നോട്ട് സ്റ്റോപ്പ് ഫോർ ഡെത്ത്. ഇദ്ദേഹമാണ് അങ്ങനെ പറഞ്ഞ ആ ഒരു ക്രിട്ടിക്ക്. എമിലി ഡിക്കൻസിൻ്റെ ബിക്കോസ് ഐ കുഡ് നോട്ട് സ്റ്റോപ്പ് ഫോർ ഡെത്ത് ഈസ് ദ ഇംഗ്ലീഷ് തന്നെ ഏറ്റവും നല്ല വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ഇംഗ്ലീഷ് ലാംഗ്വേജ് പോയംസ് എന്ന് പറഞ്ഞത് അലൻ ടേറ്റ് ആണ്. ഓർത്ത് വെക്കുക. ഇൻ ദ ഫോം ഹോം ബറിയൽ ബൈ റോബർട്ട് ഫ്രോസ്റ്റ് ഈസ് എ dramatic lyric. Okay, next question. What does the carriage in the poem because I could not stop for death symbolize? Okay, Emily Dickinson ആണ് ഇതിലെ carriage. Answer A funeral procession. Okay, in 1998 poll by UK's Royal National Theatre, Waiting for Godot was voted the most important. 4 ഓപ്ഷൻസ് ഉണ്ട്. 20th സെഞ്ച്വറിയിൽ എന്തായിട്ടാണ് അതിന് വോട്ട് ചെയ്ത് വെയിറ്റിംഗ് ഫോർ ഗോദോ എന്ന് പറയുന്ന പ്ലേക്ക് കിട്ടിയത്? ഫണ്ണിയസ്റ്റ് പ്ലേ ആയിരുന്നോ, സിഗ്നിഫിക്കൻ്റ് പ്ലേ ആയിരുന്നോ, ട്രാജിക് ആണോ, അതോ ഫിലോസഫിക്കൽ പ്ലേ ആണോ എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ, ദ മോസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്ലേ ഓഫ് ദി 20th century. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് നാഷണാലിറ്റി വാസ് സാമുവൽ ബെക്കറ്റ്? He belongs to Ireland. Irish ആണ് അല്ലേ? ഓക്കെ, നെക്സ്റ്റ്. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് കറക്റ്റ്ലി ഡിസ്ക്രൈബ്സ് മീനിങ് ഓൺ മാക്ബത്ത്സ് വേർഡ് ഡാഷ് ലൈഫ് ഈസ് ബട്ട് എ വാക്കിംഗ് ഷാഡോ? ലൈഫ് ഈസ് ജസ്റ്റ് ഡിവോയിഡ് ഓഫ് ലൈറ്റ്, സ്പിരിറ്റ്, സബ്ജക്റ്റ്, സ്റ്റെബിലിറ്റി. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ലൈഫ് ഈസ് ജസ്റ്റ് ഡിവോയിഡ് ഓഫ് സബ്സ്റ്റൻസ്. ഓക്കെ, next question. Pygmalion originally published in the year. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ജോർജ് ബെർണാഡ് ഷോയുടെ പിഗ്മാലിയൻ പബ്ലിഷ് ചെയ്ത വർഷം. ഓപ്ഷൻ സി 1912. What does Maurya see in her vision that foreshadow Bartley's death? എന്ത് വിഷനാണ് കാണുന്നത്? ഓപ്ഷൻ ഡി, എ വിഷൻ ഓഫ് ബാർട്ട്ലി റൈഡിംഗ് എ ഗ്രേ പോണി ആൻഡ് എ മാൻ വിത്ത് എ റോബ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ഹ്യൂമനിസ്റ്റ് വേഴ്സസ് സയൻസ്, ഡോക്ടർ രാധാകൃഷ്ണൻ emphasizes the humanities as. Right answer, essential for understanding human nature and fostering creativity. Okay, next question. What does the word Salao means in the context of the story? Okay, അപ്പോൾ ഏണസ്റ്റ് ഹമ്മിങ്വേയുടെ ദ ഓൾഡ് മാൻ ആൻഡ് ദ സീ എന്ന് പറഞ്ഞ ആ വർക്കിൽ വരുന്നതാണ് സലാവോ. ഇവിടെ എന്താണ് അത് ഉദ്ദേശിക്കുന്നത്? ഓപ്ഷൻ ബി, വേഴ്സ്റ്റ് ഫോം ഓഫ് അൺലക്കി. ഓക്കെ, അപ്പോൾ ഹെമിങ്വേയുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. വാട്ട് ഡസ്, ഒരു ക്വസ്റ്റ്യനും കൂടെ അതുമായി ബന്ധപ്പെട്ടതാണ്. വാട്ട് ഡസ് സാന്റിയാഗോ അഫെക്ഷനേറ്റ്ലി കോൾ ദ സീ? Right answer, option A, La Mar. Okay, next question. Who is the character that embodies the white standard of beauty in the novel?
Toni Morrison, The Bluest Eye. Right answer, option B, the Maureen Peel. Okay, next question. In what state does The Bluest Eye take place? Right answer, option B, Michigan. Which one of the following activities come under CLAP? Option D, writing a book review. Okay, അപ്പോൾ ഈ ക്ലാപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് കൊഗ്നിറ്റീവ് അക്കാഡമിക് ലാംഗ്വേജ് പ്രൊഫഷൻസിയാണ് കേട്ടോ. അതിനകത്ത് അനാലിസിസ്, സിന്തസിസ് ഒക്കെ വരുന്ന കാര്യങ്ങളാണ്. റീഡിങ്, റൈറ്റിംഗ് ഒക്കെ വരുന്നതാണ്. ഓക്കെ, ക്ലാപ്പ് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡ്രില്ലിംഗ് ഈസ് എ ടീച്ചിങ് ലേണിംഗ് ടെക്നിക് ഓർ എ സ്ട്രാറ്റജി ഇൻ? Right answer, option B, structuralism. Okay, next question. The audio-lingual method of teaching English is based on which theory? Option B is the right answer, behaviorist theory. Okay. Which of the following is the key principle of task-based language teaching? Right answer, learners complete task using language. The silent way is a language teaching method that emphasizes? Right answer, option B, learners' autonomy and self-correction. Okay, thank you friends for listening to the class. All the best for the coming examination. Thank you.